Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ നൈറ കട്ട് കുർത്തിയുടെ ഡ്രാഫ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വരച്ച് കട്ട് ചെയ്യുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ നമുക്ക് അതാണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു ഫിഗറൊക്കെ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. മേളിലുള്ളത് യോക്കിൻ്റെ പോർഷനും താഴെയുള്ളത് ആ ഒരു ഫ്ലെയർ വരുന്ന താഴത്തെ പോർഷനുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യോക്ക് പോർഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് യോക്കിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ സൈഡിലായിട്ട് എഴുതി കൊടുക്കാം. അത് ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മെറ്റീരിയലിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അത് ഇതേപോലെ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് വയ്ക്കുക. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എഴുതി വെച്ചിട്ട് അതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫിഗറിൽ തന്നെ ആദ്യം മാർക്ക് ചെയ്തിട്ട് അതേപോലെ ആണെങ്കിൽ വെട്ടിയെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് വേണ്ടത് 45 അതിൽ 15 യോക്കിന് പോകും. അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്താണ് 45, യോക്കിന് 15 ഇഞ്ച് വേണം. പിന്നെ ചെസ്റ്റ് ഒരു 32 നമ്മൾ 32 സൈസിലുള്ള നൈറ കട്ട് കുർത്തിയാണ് ചെയ്യുന്നത് കേട്ടോ. 32 ഇഞ്ചാണ് വേണ്ടത്. വേസ്റ്റ് 28 വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ടോട്ടൽ ലെങ്തിൽ നിന്ന് യോക്ക് പോയിട്ട് ബാലൻസ് ഉള്ള 30 താഴത്തെ പോർഷൻ വരുന്നത് കേട്ടോ ലെങ്ത്. ഇനി ഷോൾഡർ നോക്കാം. ഷോൾഡർ 6.5 ഇഞ്ചാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്രയാണെന്ന് നോക്കുക. ഫുള്ളായിട്ടാണ് നിങ്ങൾ അളക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇപ്പോൾ എനിക്കിവിടെ വേണ്ടത് 13 ആയിരുന്നു. അപ്പോൾ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ 6.5 എഴുതിയത്. പിന്നെ ആം ഹോൾ എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. എനിക്കിവിടെ 6 ഇഞ്ചായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏത് നെക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ സൈസൊന്ന് കറക്റ്റായിട്ട് അത് വലുതാക്കി എഴുതി കൊടുക്കുവാണ്. നൈറ കട്ട് കുർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എഴുതിയിട്ടുള്ള വാല്യൂസൊക്കെ 32 സൈസ് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വാല്യൂസാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങളുടെ സൈസ് വേറെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് അളവ് ബ്ലൗസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ഡ്രസ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത്രയും മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് എഴുതി വെക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. നമ്മളിത് ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മളിവിടെ എത്രയാണ് 6.5 ആയിരുന്നല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. 6.5. അപ്പോൾ പിന്നെ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുൾ ലെങ്ത് 15 കൊടുത്തു. പിന്നെ ഷോൾഡർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, നെക്കിൻ്റെ ആ ഒരു ഓപ്പൺ. പിന്നെ ഇവിടെ ആയിട്ട് ആം ഹോൾ 6 ഇഞ്ചാണ് വരുന്നത്. ഷോൾഡറിൻ്റെ എൻഡിൽ നിന്നും ആം ഹോൾ നേരെ താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ മുതൽ ഈ ഒരു ഡോട്ടഡ് ലൈൻ കണ്ടോ, അവിടം വരെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ ഒരു 32നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ കൊടുത്തിട്ട് നമ്മൾ 8.5 എഴുതി. പിന്നെ ബാലൻസ് ഉള്ളത് സീം അലവൻസ് ആണ്, ഞാൻ പിന്നെ പറയാവേ. പിന്നെ ഇതാ ഇവിടെ വേസ്റ്റ് 7 ഇഞ്ച്, ആ ഡോട്ടഡ് ലൈൻ വരെയാണ് കേട്ടോ. ഇനി ഡോട്ട് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഈ ഒരു പോർഷൻ നമ്മൾ സീം അലവൻസിനും ചെറിയൊരു ലൂസിനും വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സൈസ് എന്ന് പറയുമ്പോൾ ഒരു 2 ഇഞ്ച് നിങ്ങൾ സീമിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും കൂടെ ചെസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഞാനത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുത്തതാണ്. 8.5 എന്നുള്ളത് അപ്പോൾ 10.5 ആകും. 7 എന്നുള്ളത് 9 ആകും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി താഴത്തെ പോർഷൻ നമുക്ക് നോക്കാം. താഴത്തെ പോർഷനിൽ നമ്മൾ ഇതേപോലെ ചെറിയ ചുരുക്കുകൾ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് അവിടെ വേണ്ടത് 27 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത്. നന്നായിട്ട് ചുരുക്ക് ഇട്ടിട്ട് നല്ല നൈറ കട്ടിൻ്റെ ആ ഒരു ഭംഗിയിൽ കിട്ടണ്ടേ. പിന്നെ നമ്മൾ ഇറക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു 45 ടോട്ടൽ വേണ്ടത്. അതിൽ നിന്ന് 15 പോകുമ്പോൾ എത്രയാണ്? 30 അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഇറക്കം അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ കട്ട് കുർത്തി 32 സൈസിൽ വരുന്ന അളവുകളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.